ഈ വീക്ഷണം, ഈ അഭിപ്രായ വ്യത്യാസം പിൽക്കാലത്തെ ഫുഖഹാക്കൾക്കുണ്ട്. പക്ഷെ അവർക്ക് അസാസ് ഉണ്ട്, അടിസ്ഥാനമുണ്ട്. നിന്ന് മൂത്രിക്കാൻ കഴിയോ? സഹാബികൾക്ക് തർക്കമുണ്ട്. റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നിന്ന് മൂത്രിക്കാന്ന, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മദ്ഹബ് ഒരു കാരണവശാലും നിന്ന് മൂത്രിക്കരുതെന്ന്. മൻ ഖാല ലി ബാല റസൂലുള്ളാഹി ഖായിമൻ സഅദ്രിബു ഉനുഖഹു, അല്ലാഹു റസൂൽ നിന്ന് മൂത്രിച്ചു എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ പെരടിയാൻ വിട്ടുന്നാ പറഞ്ഞു. ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, മിണ്ടണ്ട, ഞാൻ കണ്ടതാണ്, മിണ്ടണ്ട, നിങ്ങൾ കുടുങ്ങിയാ ചെയ്തോളൂ. പള്ളിന്റെ അവിടെ ചെറിയ ചട്ടി വെക്കാൻ തെളിവല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കണ്ട. എന്നാലും ഷാഫി ഇമാം എന്താ ഇപ്പൊ അറിയുന്നത്? മനുഷ്യന്മാരൊന്ന് പഠിച്ചു, അത് പഠിക്കണ്ടേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? എന്തിലാ തർക്കമുള്ളത്? അഭിപ്രായങ്ങളും തർക്കമില്ലാത്ത വിഷയമുണ്ടോ? അത് റസൂലുള്ളാഹി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലുമുണ്ട്. ഒരു സ്വഹാബി ഒരിക്കൽ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് സത്യം ചെയ്തു, ലാ അമുസ്സുക ഹത്താ യഖ്ലിയ ഹീനാ, ഒരു ഹീന് കഴിഞ്ഞവരെ ഇനി എന്നെ തൊടാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഹീന് എന്ന് പറഞ്ഞാൽ ഘട്ടം, സന്ദർഭം എന്നൊക്കെ അർത്ഥം. ഒരു ഹീന് കഴിഞ്ഞവരെ എന്നെ തൊടാൻ വരില്ല. ദേഷ്യം കൂടി. കുറെ ദിവസം കഴിഞ്ഞു, ദേഷ്യമൊക്കെ തെർമോമീറ്ററൊക്കെ താഴേക്ക് വന്നു, ഒക്കെ ക്ലിയറായി. അപ്പൊ ഇയാൾക്ക് ഭാര്യയെ സമീപിക്കണം. പക്ഷെ സത്യം ചെയ്തിട്ടുണ്ട്, ഒരു ഹീന് കഴിഞ്ഞ. ഹീന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഘട്ടം, സന്ദർഭം. ഒരു ഘട്ടം എപ്പോഴാ കഴിയാ? എപ്പോഴാ കഴിയാ? ഒരു ദിവസമാണെങ്കിൽ 24 മണിക്കൂർ, ഒരാഴ്ച 7 ദിവസം, ഒരു മാസം 29, 30, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസം. ഒരു ഘട്ടപ്പെഴാ കഴിയാ? ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞു പോയതാണ്. സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിനോട് ഈ കാര്യമൊക്കെ പോയി പറയൽ വിഷമല്ലേ എന്ന് കരുതി നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ അരികിൽ ചെന്നു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ അങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട്, ഹീന് കഴിഞ്ഞ എപ്പോഴെന്നൊരു തർക്കം വന്നു, ഇനിയിപ്പോ ഹീനിന് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. എന്നോട് പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഹീന് കഴിയുന്നവരെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹീന് കൊണ്ട് ഉദ്ദേശം മരണമാണ്. അവ മരിക്കണവരെ ഈ പെണ്ണിനെ പറ്റൂല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഞാൻ പറയല്ല, തമാശയല്ല. ശറഹ് അർബഈൻ നവവി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പറയല്ല. വളരെ വിഷമം. വേറെ ഭാര്യയുടെ അടുത്ത് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇയാൾക്ക് മനസ്സില്ല, ഏതായാലും പറ്റൂല. പക്ഷെ വേഗം പിന്നെ പോന്നില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇതേ സങ്കടം പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ ഈ പെണ്ണിനെ മരിക്കുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യനൊരു ഹീന് കഴിയുന്നില്ലേ, നേരത്തെ ഒന്നും പറയപ്പെടാത്തൊരു വസ്തുവായിരുന്നില്ല, ഇനിയും ചിന്തിച്ചൂടെ? അവിടെ ഹീനോട് ഉദ്ദേശം വാർദ്ധക്യം തുടങ്ങലാണ്. വാർദ്ധക്യം തുടങ്ങിയിട്ടും ചിന്തിക്കാത്ത ആളെ പറ്റിയാണ് അവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. വാർദ്ധക്യം തുടങ്ങുന്നത് മിൻ അർബഈന, 40 വയസ്സ് മുതലാണ്. അതുകൊണ്ട് 40 കൊല്ലം ഈ പെണ്ണിനെ തൊടാൻ പറ്റില്ല എന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ്. 40 കൊല്ലം പോയിട്ട് 40 ദിവസത്തിന് ഇയാൾക്ക് ക്ഷമല്ല. ഇയാള് വേഗം നേരെ പിന്നെ ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ശപഥം ചെയ്തു പോയി, സിദ്ദീഖിന്റെ ഉമറിന്റെ അഭിപ്രായം എങ്ങനെയാ റളിയല്ലാഹു അൻഹുമാ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തരും. റസൂലുള്ളാഹിനോട് ചോദിക്കാൻ മടിയായിട്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, തൂതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ഈത്തപ്പനെ പറ്റി എല്ലാ ഹീനിലും അത് കായ കൊടുക്കണം എന്നൊരായത്തുണ്ട്. ഈത്തപ്പനെ കായ്ക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണ്. അതുകൊണ്ട് ഹീനിന്റെ അർത്ഥം അവിടെ കുല്ല ഹീനിൻ എന്ന് പറഞ്ഞത്, ആ ഹീനിന്റെ അർത്ഥം ഒരു കൊല്ലാണ് എന്ന് പറഞ്ഞു. ഇതോടുകൂടെ കുടുങ്ങിയല്ലോ, നടന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അടുത്തത് പിന്നെ കാണുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി ഇബ്നു അബീ ത്വാലിബിനോട് സംഗതി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും പൊട്ടത്തരത്തിന്റെ ആവശ്യമില്ല. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്ന് ഖുർആനിലുണ്ട്. പ്രദോഷത്തിന്റെ ഹീനിലും പ്രഭാതത്തിന്റെ ഹീനിലും. ഹീനി എന്നാൽ പകുതി ദിവസമാണ്, ഒരു രാവോ ഒരു പകലോ ആണ്. അതൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടു കോടിക്കോന്ന് പറഞ്ഞു. ഇതോടുകൂടെ ഈ സഹാബിക്കാകെ വിഷമായി. ഇനിയിപ്പം ലജ്ജ നോക്കിയിട്ട് കാര്യമല്ല. ഇലാ ഹളറത്തിൽ മുസ്തഫ നബിയോട് വളരെ ചിന്തിക്കണം. ഷാഫി ഇമാം എതിരായില്ലേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ പഠിക്കണ്ടേ? മനുഷ്യന്മാർ
ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ ചെന്നു ഹബീബിനോട് ചോദിച്ചപ്പോ ഹബീബ് ചിരിച്ചു. ഹബീബ് പറഞ്ഞു, കുല്ലുഹും അസ്വാബു, അവരൊക്കെ യോഗ്യതയുള്ളവരാണ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഏതും നീ നിന്റെ ഈ ഐസർ അനുസരിച്ച് തെരഞ്ഞെടുത്തോ, നീ എളുപ്പം നിനക്ക് കഴിയുന്നത് തെരഞ്ഞെടുത്തോ എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാവരും കുല്ലുഹും അസ്വാബു, എല്ലാരും പറഞ്ഞത് ശരിയാണെന്ന് ഹബീബായ നബി. അത് അടിസ്ഥാനപരമായ അഭിപ്രായക്കേടല്ല, ശാഖാപരമായ ഭിന്നതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തിന്റെ ശാഖകളുടെയും ഉപശാഖകളുടെയുമാണ്. അപ്പൊ മദ്ഹബിന്റെ ഭിന്നത സത്യത്തിൽ ഭിന്നത അല്ല. അടിസ്ഥാനത്തെ തൊടുന്ന ഒരു തർക്കം മദ്ഹബിനിടയിൽ ഉണ്ടായിട്ടേ ഇല്ല. തൗഹീദിന്റെ കാര്യത്തിൽ മദ്ഹബിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ഇത്തരം കാര്യത്തിലും തർക്കമില്ല. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കണം. ആ വിശ്വാസത്തെയും ആ കർമ്മത്തെയും സ്വീകരിക്കണം. മുൻഗാമികളെ കൂടെ നിൽക്കണം. നമ്മളെ പ്രവർത്തനത്തിന് നമ്മുടെ ന്യായമല്ല തെളിവ് കാണിക്കാനേണ്ടത്. റമദാൻ മാസമാണല്ലോ, തറാവീഹ് നിസ്കരിക്കണ്ടേ? തറാവീഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, നിഷ്പക്ഷമായി ആലോചിക്കുക. ചില ആളുകൾക്ക് അവർ മനസ്സിലാക്കുന്ന ഒരു ഹദീസാണ് പിൻബലം, ആ ഹദീസിൽ നിന്ന് അവർ ധരിക്കുന്നതാണ് പിൻബലം, മറ്റൊരു പിൻബലവുമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസ്ഥാപിച്ചിട്ടുള്ള തറാവീഹ് 20 റക്അ 20 റക്അത്താണ് എന്ന കാര്യം ഇപ്പോൾ പകൽ എന്നതുപോലെ സത്യമാകും. യഥാർത്ഥ്യ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കുറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുന്ന ശൈലി എനിക്കില്ല. ഞാൻ ഒന്ന് പുനഃപരിശോധിച്ചൂടെ എന്നാലോചിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ബിൻ അമറ ലി ഉബൈ ബിൻ കഅബ് അയ ഉമ്മലിന്നാസ് ബി 20 റക്അ 20 റക്അത്ത് കൊണ്ട് ഇമാമൻ നിസ്കരിക്കാൻ കൽപ്പിച്ചത് ഉമർ ബിൻ ഖത്താബാൻ. ആരാണ് ഈ ഉമർ? നിങ്ങൾ ചിന്തിക്കണം. മാഫിസ് സമാഇ റളിയല്ലാഹു അൻഹു മാഫിസ് സമാഇ മലകുൻ ഇല്ലാ വഹുവ യൂഖിറു ഉമർ ഖാല റസൂലുള്ളാഹി. ആകാശത്ത് ഉമറിനെ ബഹുമാനിക്കാത്ത മലക്കില്ലെന്ന് മുഹമ്മദ് നബി. ലക്ഷന്മാരെ അതും ചിന്തിച്ചൂടെ? എന്റെ ന്യായത്തിലേക്കാണോ ഞാൻ പോകുന്നത്? എനിക്ക് അബദ്ധം പറ്റൂടെ? നിങ്ങൾ ചിന്തിക്കണം ചെറുപ്പക്കാരെ. സംഘടനാപരമായ ചർച്ചയല്ല, ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ധീരനായ മഹാനായ ഇമാം ഗസ്സാലി ഈ സംഭവം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. 20 റക്അത്ത് തറാവീഹ് മഹാനായ ഉമർ ബിൻ ഖത്താബ് മദീനയിൽ സ്ഥാപിച്ചപ്പോ 20,000-ലേറെ സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഫലം യുൻകിറു വാഹിദും മിൻഹും, ഒരാൾ പോലും അതിന് എതിരഭിപ്രായം ഉണ്ടാവില്ല. ബൽ വാഫഖൂഹു വസഅദൂഹു വഅമറു ബിദാലിക, എല്ലാവരും അത് അംഗീകരിച്ചു, അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. മുഅ്മിനീങ്ങളെ, അതാണ് ഇന്നും നടന്നു പോരുന്നത്. ഉബൈ ഇബ്നു കഅബിന്റെ നേതൃത്വത്തിലാണ് ഇമാം നിർത്തിയത്. ആരാണ് ഉബൈ ഇബ്നു കഅബ്? മിൻ കാതിബി റസൂലില്ലാഹി വമിൻ അശ്ഹരി ഫുഖഹാഇ സ്വഹാബ, സ്വഹാബത്തിലെ ഏറ്റവും ഫിഖ് അറിയുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് ഇത്ഹാഫിൽ ഇമാം ഖാതിമത്തുൽ മുഹഖഖീൻ മുർത്തള സബീരി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചിന്തിക്കണം, വളരെ ഗൗരവമായി നമ്മൾ ഇത് മനസ്സിലാക്കണം, നമ്മൾ ഇത് ആലോചിക്കണം. ചുരുക്കത്തിൽ വിശ്വാസികളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ സംസ്ഥാപിച്ചിട്ടുള്ള 20 റക്അത്ത് തറാവീഹ് സൂര്യപ്രകാശം പോലെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. ഇന്ന് ചില ആളുകൾ പറയുന്നത് അവരെ മാനസിക താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് എടുത്തു ധരിക്കുന്നു. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം ആയിഷ ബീവിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഫലം യുൻകിറു വാഹിദും മിൻഹും, ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. ഇദാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൻ ആഖർ. ഉമർ ഒരു വഴിയിലേക്ക് പോയാൽ കേറിയാൽ പിശാച് അടുത്ത വഴിയിലേക്ക് ഓടുമെന്ന് മുഹമ്മദ് നബി. നമ്മൾ എവിടെ പോകണം തിരഞ്ഞെടുക്കണ പണിയാണ് ആർക്ക്? ഈ അരീത് നിയമം പിടിക്കണം, ഞാൻ ഇതിൽ നടക്കണമെന്ന് പറഞ്ഞ പണിയാണ് ആർക്ക്? ശൈത്താന്. ഉമർ ഇബ്നു ഖത്താബ് ഏതെങ്കിലും വഴിയെ കയറിയാൽ അടുത്ത വഴി കോടി രക്ഷപ്പെടും. ആര്? ശൈത്താൻ. ആരോ പറഞ്ഞതല്ല, മുഹമ്മദ് നബി. നിങ്ങൾ ചിന്തിക്കും, ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ ആരോ